യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് എത്തിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഒരു മാതൃകാപരമായ ഒരു അനുഭവം അത്രേ. Letting the children near to Jesus was a very responsible act done by those parents. മാതാപിതാക്കൾ എത്രത്തോളം മാതൃകയോടുകൂടി ആയിരിക്കുന്നു അത് പിൻപറ്റുന്നവരാണ് കുഞ്ഞുമക്കൾ. As much you are responsible, dear parents, your children will be also responsible. നമ്മൾ സഭയിൽ പോകുന്നുവെങ്കിൽ കുഞ്ഞുങ്ങൾ പുറകെ വരും. If you go to church, the children will also follow you. നമ്മൾ ആരാധിക്കുന്നുവെങ്കിൽ കുഞ്ഞുങ്ങളും ആരാധിക്കും. If you worship God, then your children will also follow worshiping God. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് 21 എല്ലാവർക്കും സ്വാഗതം. Praise the Lord. We welcome all of you to Purapad 21. നിങ്ങളോടൊപ്പം ദൈവവചനം പങ്കിടുന്നതിൽ അതിയായ സന്തോഷം ഞങ്ങൾക്കുണ്ട്. And we are so joyful to share the gospel of God ദൈവം tonight. ഞങ്ങൾക്ക് തന്ന ഒരു ഭാഗ്യമായിട്ട് മാത്രമാണ് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നത്. And we consider this as a great opportunity that God has ഈ given. വചനം വായിച്ച് കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും ഭാഗ്യമുള്ളവരെന്നാണ് ദൈവവചനം പഠിക്കുന്നത്. The scripture says that those who teach and read is lucky. ആകയാൽ ഞങ്ങൾ കേൾപ്പിക്കുന്നവരാണ് എങ്കിൽ ഞങ്ങളും ഭാഗ്യമുള്ളവരാണ്. And if we are teaching the scriptures, then we are also lucky. ഷാലോമിനോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹാദരവുകൾക്കായി പ്രത്യേക നന്ദിയുണ്ട്. And we are so thankful for all the love and your generous support that you have been doing to Shalom. ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. And we believe that you are praying for us every day. ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. If there is anyone who is not praying for us, we request your prayer support. നിങ്ങൾ അനേകരുടെ പ്രാർത്ഥനയും സഹായവും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. And it is a great asset for our ministry to have your prayer support. ഇത് ബുദ്ധി കൊണ്ട് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമല്ല. This ministry is not a thing that can be completed or fulfilled with the help of our brain. പിശാചിനും അവൻ്റെ സൈന്യത്തോടുമുള്ള ഒരു വെല്ലുവിളിയും പോരാട്ടവും യുദ്ധവുമാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. This is a fight against the devil and his power. ആകയാൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്തിൽ ഞങ്ങൾ ദൈവവചനം നിങ്ങളോട് പറയുന്നുവെങ്കിലും ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. Even if we are delivering the scriptures, we are delivering the gospel on the platform, yet we have a lot to fight behind the platform. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും ഞങ്ങളെ ഓർക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. Therefore we request you again to remember us in your prayers. ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ദർശനങ്ങൾ ഇനിയും ഒത്തിരി പൂർത്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ടതായിട്ടുണ്ട്. And there is a lot of visions that has to be made, completed yet. അതിന് ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നല്ല പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. And we need your prayer for getting the life expectancy needed to complete those visions. കഴിയുന്നവർ ഒരു എപ്പിസോഡെങ്കിലും സ്പോൺസർ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്നത് വളരെ സന്തോഷമാണ്. And if possible, we request somebody to dedicate an episode for the goodness of people. അത് നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലുള്ള ഒരു നിക്ഷേപമായി നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. And it will be a deposit to the heaven. കള്ളൻ മോഷ്ടിക്കാതെയും പുഴുതുരക്കാതെയുമുള്ള ഒരു നിക്ഷേപമാണ് ദൈവസന്നിധിയിലുള്ളത്. And this deposit to the presence of God is a deposit which cannot be stolen or which cannot be decayed. ആകയാൽ അതിനുള്ള പ്രതിഫലം ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുമെന്നുള്ളതിന് സംശയമില്ല. And therefore God will give a good return to that. മാത്രമല്ല നേരിട്ട് വന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കോൾ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാൻ മറക്കരുത്. And also please do remember to call us to visit us. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി സമയം പേഴ്സണൽ പ്രയറിന് വേണ്ടിയിട്ട് ഞാൻ വേർതിരിക്കുന്നുണ്ട്. Because the servant of God has separated a lot of time to spend with you guys. നേരിട്ട് വന്ന് പ്രാർത്ഥിക്കാനും വിഷയങ്ങൾ പറയാനും താല്പര്യമുള്ള ഒരു കോൾ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നന്നായിരിക്കും. And it will be a great opportunity to visit us, to share your prayer request in person and also to get an in-person prayer. മാത്രമല്ല ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുന്നതിൽ സന്തോഷമുണ്ട്. And also we are so glad to encourage you to visit our website. www.shajishalom.com. And our website address is www.shajishalom.com. അപ്പോൾ ഞങ്ങളുടെ പ്രയർ ലൈനിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിക്കാൻ മറക്കരുത്. And along with that, we are also encouraging you to inform your prayer requests in our prayer line. എല്ലാ ഞായറാഴ്ചകളിലും 11 മണി മുതൽ രോഗികൾക്കും പൈശാചിക ബന്ധനത്തിലും അടിമപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഹീലിംഗ് പ്രയർ ഷാലോമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. And every Sunday at 11 o'clock, the Shalom Church has arranged a special prayer for those people who are suffering with any type of sickness or desiring to get a healing or deliverance in life. And it is called Healing Prayer.
രോഗികളും മറ്റ് പ്രശ്നങ്ങളിലുള്ളവർക്ക് അതിനകത്ത് വരുന്നത് നന്നായിരിക്കും. And it will be a great experience for those who are desiring to have a healing or deliverance by participating in this special prayer service. ദൈവമായ കർത്താവ് നമ്മളെ ഓരോ ദിവസവും അത്ഭുതകരമായി വഴി നടത്തുന്നു. ദൈവം നിങ്ങളെ വീണ്ടും നടത്തും എന്നുള്ളതിന് സംശയമില്ല. And God has been providing every necessities, and He has been a good guide for us, and there is no doubt regarding that. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ വചന പഠനത്തിനായിട്ട് വേർതിരിക്കാം. And let us separate our time to listen to the scriptures. വിശുദ്ധ മത്തായി സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇപ്രകാരം ബൈബിൾ പഠിപ്പിക്കുന്നു. The Gospels of Matthew chapter 19 verse 13 says that, അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, ശിഷ്യന്മാർ അവരെ വിലക്കി. Then were there brought unto him little children, that he should lay his hands on them and pray, and the disciples rebuked them. കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുക്കൽ ചിലർ കൊണ്ടുവന്നപ്പോൾ ചിലർ അവരെ വിലക്കി. When some people brought children to lay the hands of Jesus for their blessing, some rebuked them. കൊണ്ടുവരാനും ആളുണ്ടായിരുന്നു, വിലക്കാനും ആളുണ്ടായിരുന്നു. There were people to bring the children, and also there were people to rebuke them. ഒരു നാണയത്തിന് രണ്ട് വശം ഉള്ളതുപോലെ തന്നെയാണ് ഇവിടെ കൊണ്ടുവരുവാനും വിലക്കുവാനും ആളുണ്ടായിരുന്നു എന്ന് കാണുന്നത്. As if like a coin has two sides, here also we can see two types of people in two sides. കുറേ പേർക്ക് കൈവച്ച് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നു. Many people were so much excited to lay God's hand on them for a blessing. യേശുവിൻ്റെ ഒരു കരം വയ്പ്പിന് വേണ്ടി ആഗ്രഹിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു. There were a lot of people who were desiring to get a touch from Jesus. യേശു ഒന്ന് സ്പർശിച്ചാൽ അത് വലിയ അനുഗ്രഹം എന്ന് ചിന്തിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു. There were so many people, those who believed that a touch of Jesus is going to be a great blessing. അതേ സമയത്തിൽ തന്നെ അതിനെ വിലക്കുവാനും കുറേ പേരുണ്ടായിരുന്നു. But at the same time there were a lot of people to rebuke them. പക്ഷെങ്കിലും യേശു കർത്താവ് ആ വിലക്കിനെ അതിജീവിച്ച് അവരെ കൊണ്ടുവരാൻ പറഞ്ഞു. But Jesus has overcome those rebuking nature of people and asked the children to let them in. നമ്മളൊരു ആത്മീക വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്തിൽ ഇതുപോലെ രണ്ട് വശങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. When you step into the spiritual cases, we can see two things. ഒന്ന്, നമ്മളെ ഉത്സാഹിപ്പിക്കാൻ ചിലരുണ്ടായിരിക്കും. The first one is that there is a lot of people to encourage us, നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ചിലരുണ്ടായിരിക്കും. and there will be a lot of people to motivate us. എന്നാൽ മറ്റൊരു ഭാഗത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തുവാൻ ആളുണ്ടായിരിക്കും. But on the other side, we can see some people who demotivate us or discourage us to do that. നമ്മളൊരു ആരാധനയ്ക്ക് പോയാലും ഇത് പലപ്പോഴും ഉണ്ടാകും. When we go to a Sunday service also, we can experience this. കുറേ പേര് നമ്മളെ ഉത്സാഹിപ്പിക്കും. A lot of people will encourage us, കുറച്ച് പേര് നമ്മളെ നിരുത്സാഹത്തിലേക്ക് but കൊണ്ടുപോകും. some people will discourage us. നമ്മളൊരു ജോലിക്ക് പോയാലും അപ്രകാരം തന്നെ ഉണ്ടാകും. And when we go to a job also, we can see such kind of people. ആത്മീകമായ മാത്രമല്ല ഭൗതികമായ എല്ലാ വിഷയങ്ങളിലും ഇതുപോലെ രണ്ട് വശങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് കടന്നു വരും. Not only in spiritual cases, also in physical cases also, we can see these two sides. പക്ഷെ നമ്മുടെ ദൈവം വിശ്വസ്തനും വാക്കു പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവമായിരിക്കൊണ്ട് അവൻ നമ്മളെ പലപ്പോഴും സഹായിക്കുവാൻ ശക്തനാണ്. But as our God is faithful and sincere and loving, He is powerful to give us strength to overcome all these things. അവൻ തക്ക സമയത്തിൽ തൻ്റെ മക്കളെ സൂക്ഷിക്കുന്ന സഹായിക്കുന്ന ദൈവമാണ്. Our God is a good Father who provides and helps at right time. ദൈവത്തിൻ്റെ സഹായത്താൽ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നതിനെ ചിലതിനെ ജയിക്കുവാൻ നമ്മൾ വില്ലിങ് ആകണം. With the power of the help of God, we are not supposed to discourage us ourselves. Rather, we have to decide to overcome. പരിശുദ്ധാത്മാവ് നമ്മളെ ആകർഷിക്കുമ്പോൾ പിശാച് നമ്മളെ വികർഷിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. When Holy Spirit tries us to attract each other, but the devil will always try to repel. പരിശുദ്ധാത്മാവ് നമ്മളെ സ്നേഹത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ ലോകം നമ്മളെ ലോകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും. When the Holy Spirit tries to attract us to the love, devil will always attract to the world. ഇവിടെ ഇതാ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അതേ ഒരു കൂട്ടം പേർ ആഗ്രഹിച്ചപ്പോൾ മറ്റൊരു കൂട്ടം അതിന് വിപരീതമായി നിൽക്കുവാൻ തുടങ്ങി. Here, when some people were so much excited to bring children to the love of God, there were some people who were trying to discourage them. അത് പുറത്തുള്ളവരല്ല, അകത്തുള്ളവർ തന്നെയാണ്. And those were not from outside, those people were
from inside. ശിഷ്യന്മാർ അവരെ വിലക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. And it is written that the disciples of Jesus rebuked them. യേശു കർത്താവ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ വിലക്കിയത് ശിഷ്യന്മാരായിരുന്നു. When some people brought unto Jesus their little children to lay his hands, the disciples of Jesus rebuked them. യേശുവോ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേത് അല്ലയോ എന്ന് പറഞ്ഞവരെ തിരുത്തി. But Jesus said, Suffer the little children, and forbid them not to come unto me, for to such belong to the kingdom of God. ശിഷ്യന്മാർ പറഞ്ഞതുപോലെയല്ല യേശു പറഞ്ഞത്. യേശു വ്യക്തതയോടെ പറഞ്ഞു. Jesus didn't replied or responded like of disciples did. Rather, Jesus encouraged them. അത് ശിഷ്യന്മാർ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ഈ മരുഭൂമിയിൽ ഇവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞവരെ തിരികെ പറഞ്ഞയക്കാൻ വിട്ടു. പക്ഷേ യേശു തിരികെ പറഞ്ഞു വിട്ടില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു. Disciples were confused that how they will be able to feed all these people in the midst of the desert. But Jesus was not at all agreeing with their confusion. God has decided and commanded to gather them. ശിഷ്യന്മാർ എവിടെയും നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. Some of these disciples always tries to discourage us. പക്ഷേ യേശു നമ്മളെ നിരുത്സാഹപ്പെടുന്ന ദൈവമല്ല. But Jesus is not a God who discourages us. യേശു നിങ്ങളുടെ മനസ്സറിയും. God knows your mind very യേശു well. നിങ്ങളുടെ സാഹചര്യം അറിയും. God knows your circumstances more than യേശു anyone. നിങ്ങളുടെ ആവശ്യം അറിയും. God knows your needs. യേശു കർത്താവ് നിങ്ങളെ അതുകൊണ്ട് തന്നെ സൂക്ഷിക്കും. Jesus therefore will protect you. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു, പിന്നെ അവിടെ നിന്ന് യാത്രയായി. And he laid his hand on them and departed thence. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് കൈവച്ചു എന്ന് മാത്രമല്ല അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. When we go to the Gospels of Mark chapter 10, we can see that not only laying his hands, rather he has done something else. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിന്നെ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. And when we check the 16th verse, we can see it is written, and he took them in his arms and blessed them, laying his hands upon them. 3 കാര്യങ്ങൾ യേശുവോട് ചെയ്തു. Jesus has done 3 things. ആ കുഞ്ഞുങ്ങളെ യേശു അണച്ചു പിടിച്ചു. The first one is that Jesus took them in his arms. യേശു ആ കുഞ്ഞുങ്ങളുടെ മേൽ കൈവച്ചു. The second one is that he laid his hand. യേശു ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു. And then he blessed them. യേശു കർത്താവിൻ്റെ സ്നേഹമാണ് ആ അണച്ചുപിടിക്കലിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. What we can see in the process of taking them in his arms shows the love of God. അതെ, ഒരു പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് ആവശ്യം സ്നേഹം തന്നെയാണ്. A child is required to have a love. എത്ര നല്ല ഭക്ഷണം കിട്ടിയാലും സ്നേഹമില്ല എങ്കിൽ ആ കുഞ്ഞിന് അത് ഒരു കുറവ് തന്നെയായിരിക്കും. Even if a child gets a lot of food, if there is no love, it is meaningless. ആ സ്നേഹം കർത്താവ് അവിടെ പകർന്നു കൊടുക്കുകയുണ്ടായി. And there Jesus has shared the love. യേശു കർത്താവ് ആ കുഞ്ഞുങ്ങളെ അണച്ചു പിടിച്ചതോടുകൂടി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൻ്റെ ലക്ഷണം അവിടെ ആരംഭിച്ചു. As Jesus was taking them in his arms, it was a beginning of developing a new generation for യേശു Christ. കർത്താവിൻ്റെ അടുക്കലേക്ക് ചില കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ വിട്ടുകൊടുത്തത് കൊണ്ടാണ് യേശുവിൻ്റെ സ്നേഹം ആ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചത്. When Jesus visited the place, the parents of those children were agreeing to send them. That is why Jesus could take them in his arms. എപ്പോഴും കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം അത്രേ. It is a great responsibility of every parent every time to let your children for Jesus to take them in his arms. അത് നമ്മുടെ മേലുള്ള ഒരു ഉത്തരവാദിത്തമാണ്. And it is a responsibility given to us. അതിനു വേണ്ടിയിട്ട് ആദ്യം നാം തന്നെ മാതൃകയുള്ളവരാകണം. For that, initially, we should be the person who should be an example. യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് എത്തിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഒരു മാതൃകാപരമായ ഒരു അനുഭവം അത്രേ. Letting the children near to Jesus was a very responsible act done by those parents. മാതാപിതാക്കൾ എത്രത്തോളം മാതൃകയോടുകൂടി ആയിരിക്കുന്നു അത് പിൻപറ്റുന്നവരാണ് കുഞ്ഞുമക്കൾ. As much you are responsible, dear parents, your children will be also responsible. നമ്മൾ സഭയിൽ പോകുന്നുവെങ്കിൽ കുഞ്ഞുങ്ങൾ പുറകെ വരും. If you go to church,
the children will also follow you. നമ്മൾ ആരാധിക്കുന്നുവെങ്കിൽ കുഞ്ഞുങ്ങളും ആരാധിക്കും. If you worship God, then your children will also follow worshiping God. പലപ്പോഴും മാതാപിതാക്കളെ കണ്ടിട്ടാണ് കുഞ്ഞുങ്ങൾ ചിലത് ചെയ്യുവാൻ ശ്രമിക്കുന്നത്. Many times children learn to behave by observing their parents. അവരുടേതായിട്ടുള്ള ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് സ്വന്തം ഭവനം തന്നെയായിരിക്കുന്നു. The first school in every children is their home itself. ഞാൻ പറയുന്നത് മാത്രം നീ അനുസരിക്കുക, ഞാൻ പ്രവർത്തിക്കുന്നത് നീ പ്രവർത്തിക്കരുതെന്ന് ഒരു മാതാപിതാക്കൾക്ക് പറയുവാൻ കഴിയത്തില്ല. Therefore, no parents can say that you are only supposed to do whatever I say and you cannot follow what I do. നമ്മൾ പറയുന്നത് അവരനുസരിക്കും പോലെ തന്നെ നമ്മൾ ചെയ്യുന്നതും അംഗീകരിക്കും. As they obey whatever we say, they will also follow whatever we do. ആകയാൽ നാം ചെയ്ത് കാണിക്കുന്നുവെങ്കിൽ അവരും അത് ചെയ്യും. Therefore, if we show by doing, they will also do that. ഞായറാഴ്ച ദിവസം നാം നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങളിലേക്ക് ഓടുന്നുവെങ്കിൽ കുട്ടികളും പുറകെ ഓടും. If we run behind our own personal necessities on Sundays, then your children will also follow their own necessities. നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് ആ ദിവസം മുഴുവനും മാറ്റിവെക്കുന്നുവെങ്കിൽ കുഞ്ഞുങ്ങളും മാറ്റിവെക്കും. But if you separate that complete day for God, then your children will also separate that day for God. യേശു കർത്താവ് കുഞ്ഞുങ്ങളെ മാറോട് ചേർത്തണയ്ക്കുന്നത്. And it is the time where God will take your children in his arms. അപ്പോഴാണ് യേശുവിന്റെ സ്നേഹം കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. And it is the time when your children can experience the love of God. ആ കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ സ്നേഹത്തിന്റെ പുറകെ പോകത്തില്ല. And those children will not follow the love of the world. യേശുവിന്റെ സ്നേഹം ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. And they will experience the love of Jesus. യേശു കർത്താവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ അവർ തൃപ്തിയോടെ ജീവിക്കുകയാണ്. And they are living their lives very satisfyingly in the presence of God. ഈ ലോകത്തെ അവർക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ കഴിയത്തില്ല. The world cannot steal them. പലപ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നത് അവരെ അഭ്യസിപ്പിക്കേണ്ടുന്ന വണ്ണം അഭ്യസിപ്പിക്കാത്തത് കൊണ്ടാണ്. Many times the children are lost in their way because they are not being given a good practice in how they are supposed to be practiced. നമ്മൾ അവരെ അഭ്യസിപ്പിക്കേണ്ടുന്ന വണ്ണം അഭ്യസിപ്പിക്കണം. We need to give them practice that they are required to do. ഉപദേശം കൊണ്ട് മാത്രം അവിടെ പൂർണ്ണമാകുന്നില്ല. Just advice is not giving a complete. ചെറു കുഞ്ഞുങ്ങൾ സ്തോത്ര കാഴ്ചയിടാൻ എവിടെ നിന്ന് പഠിച്ചു? From where did these little children learn to give offering? മാതാപിതാക്കളിൽ നിന്ന് കാണുമ്പോൾ അവർക്കും ഇടാനൊരു ആഗ്രഹമുണ്ട്. When they see their parents giving the offering to God, they are also having a desire to give. കുഞ്ഞുങ്ങൾ എവിടെ നിന്നാണ് കൈയടിക്കാൻ പഠിച്ചത്? From where the children learn to worship or to put their hands together. മാതാപിതാക്കൾ കൈയടിച്ചത് കണ്ടപ്പോൾ കുഞ്ഞുങ്ങളും കൈയടിക്കാൻ തുടങ്ങി. When they saw their parents putting their hands together to worship God, they also began to putting their hands together. പല ദിവസങ്ങളിലും പള്ളിയിൽ പോയതിനു ശേഷം കുഞ്ഞുങ്ങൾ വീട്ടിൽ ചെന്നാടനടെ പാസ്റ്റർ ചെയ്തതുപോലെയൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. In many places we can see many children doing whatever the pastor did in the church after returning from the Sunday service. അതെ, ചില കുഞ്ഞുങ്ങൾ വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. Some children are laying their hands on somebody else and praying. മൈക്കിന് പകരം ഒരു തടിക്കഷ്ണം എടുത്തു വെച്ച് അവൻ പ്രസംഗിക്കുന്നു. And some children are using a piece of log instead of microphone and he's saying something. ബൈബിളിന് പകരം ഒരു നോട്ട്ബുക്ക് എടുത്തു വെച്ച് അവൻ ഘോരം പ്രസംഗിക്കുന്നു. And instead of Bible, he or she is taking a notebook and he or she is preaching a lot. അവൻ പാസ്റ്ററെ കണ്ട് ചിലത് പഠിച്ചു. And he also learned something from pastor. അവൻ അപ്പനെ അമ്മയെ കണ്ട് ചിലത് പഠിച്ചു. He or she has learned something from his or her parents. അവന്റെ വീട്ടിലുള്ളവരെ കണ്ട് അവൻ ചിലത് പഠിച്ചു. Learned something by seeing something from the people in their home. പറയുന്നത് അനുസരിക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത്, അവർ കാണുന്നത് അംഗീകരിക്കുകയും ചെയ്യുന്നു. They just didn't obey the advice that was given verbally, rather they has also followed what they have seen in their parents. ഒരു വ്യക്തി മുഴുവനായും യേശുവിനെ അറിഞ്ഞു എന്ന് പറയണമെങ്കിൽ അവൻ്റെ നല്ല പ്രായത്തിൽ അവൻ ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കണം. When a person should say that I have completely known Jesus, then he or she should know God in the right age. ആകയാൽ വയസ്സാം കാലഘട്ടത്തിൽ യേശുവിനെ അറിഞ്ഞാൽ അവൻ പൂർണ്ണമായി ക്രിസ്തുവിൻ്റെ മകനായിട്ടില്ല. When someone knows the love of Jesus in his or her old ages, he or she is not at all completely knowing the Jesus' love.
ഒരിക്കൽ D.L. മോഡിയോട് തൻ്റെ സുഹൃത്ത് ചോദിച്ചു, ഇന്ന് സുവിശേഷ പ്രസംഗത്തിന് പോയപ്പോൾ എത്ര പേർ മാനസാന്തരപ്പെട്ടു എന്ന്. Once D.L. Moody went for his ministry and a person asked him that how many people has knew Jesus today. അദ്ദേഹം പറഞ്ഞു, ഇന്ന് 2.5 വ്യക്തി മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞു. And he replied that 2.5 people has repented. ആ സുഹൃത്ത് ചോദിച്ചു, എന്താ 2.5 വ്യക്തി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? And that friend asked doubtfully that what do you mean by 2.5? അദ്ദേഹം പറഞ്ഞു, 2 യൗവനക്കാരും ഒരു 60 വയസ്സിന് മേളിലുള്ള അപ്പച്ചനും മാനസാന്തരപ്പെട്ടു. He replied that 2 young people and a 60 years above aged person. ആ 60 വയസ്സിന് മേളിലുള്ള ആള് പകുതിയായിട്ട് എനിക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. He said that I can only consider that 60 age above person as a half person. അദ്ദേഹത്തിന്റെ നല്ല കാലമെല്ലാം കഴിഞ്ഞു പോയി. Because he has lost all his good times. എല്ലാ കാലവും കഴിഞ്ഞിട്ട് അവസാനം യേശുവിനെ സ്വീകരിച്ചു. And going back every good time, then only he followed Jesus. പക്ഷെ 2 യൗവനക്കാർ ദൈവത്തെ അറിഞ്ഞു. But 2 young people knew Jesus. അവർ മുഴുവനായും ക്രിസ്തുവിന്റെ മക്കളായി തീർന്നു. They have transformed their entire life for God. സഹോദരങ്ങളെ, നിങ്ങളുടെ നല്ല പ്രായത്തിൽ നിങ്ങളെ മക്കളെ ദൈവഭാഗത്തിലേക്ക് എത്തിക്കുവാൻ മറക്കരുത്. Dear brothers and sisters, don't forget to get your children to the love of God in their good time. അവൻ മാറോട് അണച്ച കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു. Jesus has taken those children in his അവരെ arms. ചേർത്ത് പിടിച്ചു, അവരുടെ തലയിൽ കൈവച്ചു. He took them in his arms and blessed them by laying his hands on their head. ആ കൈവച്ച് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞത് ക്രിസ്തുവിന്റെ അധികാരത്തെ കുറിക്കുകയാണ്. The process of laying hands over them shows the authority of God. ചിലതിനെ അനുഗ്രഹിക്കുവാൻ അവൻ അധികാരമുണ്ട്. Jesus has an authority to bless something. അനുസരിക്കുന്നവരുടെ മേൽ ഞാൻ എൻ്റെ അനുഗ്രഹത്തെ പകരുമെന്ന് കർത്താവ് പറഞ്ഞു. Jesus has told that he blesses over all people who obeys him. ചിലയിടത്ത് വാക്കുകൊണ്ട് അവൻ അനുഗ്രഹിച്ചു. In some places he blessed by words. ചിലയിടത്ത് അവൻ കൈ കൊണ്ട് അവൻ അനുഗ്രഹിച്ചു. In some places he blessed by his hands. ചില പ്രവൃത്തികൾ കൊണ്ട് അവൻ അനുഗ്രഹിച്ചു. In some cases he blessed through his work. ചിലയിടത്ത് വചനം കൊണ്ട് അവൻ അനുഗ്രഹിച്ചു. In some places he blessed people through the word of God. പക്ഷേ ഇവിടെ ഈ കുഞ്ഞുങ്ങളെ അവൻ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. And here Jesus has laid his hands over the children and blessed them. എൻ്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരം നീ ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് പൗലോസ് പറയുന്നു. Paul says that do not neglect the blessings that you have got by laying my hands. അപ്രകാരം തന്നെ കരംവയ്പിലൂടെ കൃപാവര പകർച്ചയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. Through those verses, Paul is clearing that by laying the hands, there is a transfer of gifts of God. അപ്പോൾ അപ്രകാരം തന്നെ അപ്പോസ്തലന്മാരെ കൈവച്ച് അവരെ ശുശ്രൂഷകളെ ഏൽപ്പിച്ചു. And some apostles have laid their hands to transfer the ministry. അപ്രകാരം തന്നെ കരംവയ്പ് ശുശ്രൂഷകൾക്ക് വളരെ പ്രാതിനിധ്യം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And therefore we can know the great importance of laying hands in Old Testaments as well as New Testament. And also they use laying their hands for blessing. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം അത്രേ. Our God is a God who bless and increases. ആകയാൽ കുഞ്ഞുങ്ങളെ ചെറുക്കരുത്, അവരെ ദൈവസ്നേഹത്തിലേക്ക് വിടുക. Therefore don't keep your children away from Jesus. Let them to go Jesus. അവരെ ദൈവസ്നേഹത്തിലേക്ക് വിടുക. Let your children towards the love of അവരെ God. സഭയിലേക്ക് ഉത്സാഹിപ്പിക്കുക. Encourage them in the church. അവരെ കുട്ടികളുടെ ചർച്ചിലേക്ക് ഉത്സാഹിപ്പിക്കുക. Encourage them into the children's അവർക്ക് church. കുട്ടികളുടെ കൂട്ടായ്മയിലേക്ക് ഉത്സാഹിപ്പിക്കുക. Encourage them to the fellowship of അവരെ kids. കുട്ടികളുടെ വചന പഠനത്തിലേക്ക് ഉത്സാഹിപ്പിക്കുക. Encourage them to learn together in the fellowship of അതിനായി കർത്താവ് kids. നിങ്ങളെ സഹായിക്കട്ടെ. May God bless you all. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. Let us pray together. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. We would love to pray for you. പ്രാർത്ഥിക്കാം. Let us pray. ഞങ്ങൾ അധികമായി സ്നേഹിക്കും പരിപാലിക്കുന്ന നല്ല ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവമേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നീ ഒരിക്കൽ സൗകര്യത്തിനായി സാഹചര്യത്തിനായി സ്തോത്രം. കുഞ്ഞുങ്ങളും ദൈവസഭയും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കുവാൻ കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നു മുതൽ അടുത്ത തലമുറകളെക്കുറിച്ച് ഈ നിൻ്റെ മക്കൾക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ടാകുവാൻ, വ്യക്തതയുണ്ടാകുവാൻ ദൈവാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത തലമുറക്കാരെ കർത്താവിൻ്റെ നാമമഹിമയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ, ഉത്സാഹിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് സകല പേരെ അങ്ങ് സഹായിക്കുകയും ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു.
നിങ്ങളുടെ നാമത്തിൻ്റെ മഹിമയ്ക്കായിട്ട് ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വചനം കേട്ട് എല്ലാവരെയും ആശീർവദിക്കും, ബലപ്പെടുത്തും, ഉയർപ്പിക്കും, വർദ്ധിപ്പിക്കും, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും ശാസിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. Oh Lord, our Heavenly Father, we thank you for giving us a great opportunity to read your scripture and to learn your scripture. Lord, we are so thankful to know the relationship between the church and children. Lord, your word has put a great light of truth in this case to encourage us and to enlighten minds of many people to encourage their children by giving advice as well as showing what they have to follow. And Lord, we pray for all children, those who are listening right now. We also pray for all the parents, those who are listening. Lord, give them the strength, give them your grace to take good decisions to send their children towards the love of God, so that they will not be belonging to the world, they will be belonging to the love of God and be a sample and model for generations and many nations. God, we bless every family, those who are listening right now. Let every sick people, let every sick children, let every children who is desiring to have a deliverance be given the deliverance of freedom of Jesus Christ. We pray for everybody. We thank you for listening our prayer, Jesus. In Jesus' name, amen. Amen.